ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഒരു ഫോർച്യൂണർ ബ്രാൻഡ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോർച്യൂണർ വാങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇതുവരെ ഞാൻ യൂസ് ചെയ്ത വണ്ടി എന്ന് പറയുമ്പോൾ ഈ കാണുന്ന സുസുക്കി വാഗണറാണ് ഗൈസ്. അപ്പം ഇനി മുതൽ നമ്മൾ അതിൽ നിന്നും ചെറിയൊരു വിരാമം ഗൈസ്. അപ്പം ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് ഗൈസ്. അപ്പം ഇത്രയൊക്കെ ഉള്ളു. ഇതൊരു കുഞ്ഞൊരു വാഗണറാണ്, ചെറിയൊരു വാഗണറാണ്. നമ്മൾ പണ്ട് താൽക്കാലിക യൂസിന് വേണ്ടി ഞാൻ എടുത്തായിരുന്നു ഗൈസ്. അപ്പം ഇനി ഈ വാഗണർ നമ്മൾ അവിടെ സെല്ല് ചെയ്യും. ശേഷം അതിന് പകരം ഗൈസ് നമ്മൾ പുതിയ ഒരു ഫോർച്യൂണർ ഗൈസ് നമ്മൾ വാങ്ങാൻ പോണ്. അപ്പോൾ നമ്മളിവിടെ ഓളി ശേഷം കുറയ്ക്കുന്നുണ്ട്. കാരണം അന്നേരം ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്തായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. അന്നേരം ഇതിൻ്റെ സൗണ്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വോളിയം കുറച്ച് ഗൈസ്. അപ്പം പക്ഷേ ഇതിപ്പോൾ നമ്മൾ വീണ്ടും വോയിസ് ഓവർ കൊടുക്കുവാണ് ഗൈസ്. അപ്പം നൈസി നമ്മൾ തട്ടാതെയും പിടിക്കാൻ കൊണ്ടുപോവാണ്. കാരണം വേറൊരാൾക്ക് കൊടുക്കേണ്ട വണ്ടിയില്ലേ ഗൈസ്. അപ്പം വണ്ടിയുടെ റീസെയിലബിൾ വാല്യൂ പോവും, മാർക്കറ്റിങ്ങിൽ നമുക്ക് വില കുറയ്ക്കും. ഇത് നമ്മൾ ആ ഷോറൂമിൽ തന്നെ കൊടുക്കുവാണ്. സെക്കൻഡ് ഹാൻഡ് ഫോർച്യൂണറാണ് ഗൈസ് നമ്മൾ വാങ്ങുന്നത്. അപ്പം ആ ഷോറൂമിലെ ചേച്ചിക്ക് തന്നെയാണ് ഗൈസ് ഇത് കൊടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഓണർ ഒരു ചേച്ചിയാണ് ഗൈസ്, ഒരു പാവൻ ചേച്ചിയാണ്. ആ ചേച്ചിയുടെ നമ്മൾ ബില്ലും പൈസ എല്ലാം നേരത്തെ കൊടുത്ത് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് വണ്ടി എടുക്കാൻ ചെല്ലാനാണ് ഗൈസ് പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ വണ്ടി എടുക്കാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ വഴിയൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തോ ഗൈസ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ എടുക്കാൻ പോകുന്ന ഫോർച്യൂണറിൻ്റെ കളറ് ഒരു നല്ല കളറാണ് ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് ഗൈസ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇവിടെ സൈഡിൽ നമുക്ക് കാണാം ഗൈസ്, ഇവിടെ കുറച്ച് പടക്കുതിരകൾ കിടപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഈ കിടക്കുന്ന പടക്കുതിരയിൽ നിന്ന് ഒരു പടക്കുതിരയാണ് ഗൈസ് ഞാൻ എടുക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഓണറായ ചേച്ചി. അപ്പോൾ നമുക്കിനി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ചേച്ചീനെ ഓടിച്ചിട്ട് വിളിക്കാം. ആ ചേച്ചി അന്തവും കൊണ്ടും ഇല്ലാതെ എങ്ങോട്ട് പോകുന്നു ഗൈസ്. നമ്മൾ ആ ചേച്ചീനെ ചെന്ന് വിളിക്കാം ഗൈസ്. തിരി ഗൈസ് നമ്മളിങ്ങനെ ചേച്ചി ഞാൻ വണ്ടി എടുത്തോട്ടെ? എടുത്തോടാ മക്കളെ, നീ എടുത്തോ. നീ ഇന്നലെ പൈസയൊക്കെ തന്നല്ലേ, നീ എന്തിനാ ചോദിച്ചേ? ശരി ചേച്ചി, ഞാൻ എടുത്തോളാം ഗൈസ്. അപ്പോൾ ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വണ്ടി എടുത്തോളാൻ. അപ്പോൾ നമുക്കിനി ഗൈസ് നേരെ ചെന്ന് എടുക്കാം ഗൈസ്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾക്ക് ഇതൊരു ഫോർച്യൂണറിൻ്റെ മാത്രം കടയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇവിടെ എല്ലാ വണ്ടിയും ഉണ്ടായിരുന്നു, തീർന്നാണ് ഗൈസ്. ഇത് നമ്മൾ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിച്ച കളറല്ല എടുക്കാൻ പോകുന്നത് ഗൈസ്. ഒരിക്കലും നമ്മൾ കറുപ്പല്ല എടുക്കാൻ പോകുന്നത് ഗൈസ്. നമ്മൾ ഈ കാണുന്ന പച്ച കളർ ഫോർച്യൂണറാണ് ഗൈസ് എടുക്കുന്നത്. വെറും ഫോർച്യൂണർ ലെജൻഡറാണ് ഗൈസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ നേസി വണ്ടിയൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കറക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. കറക്കാൻ ഇപ്പോൾ തുടങ്ങിയത് നിങ്ങളെ ഞാൻ കാണിക്കുകയാണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ പുറകെന്ന് പറയുമ്പം നമ്മൾ നേസി വണ്ടി എടുത്ത് ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ് ഗൈസ്. നമ്മൾ സ്ഥലം ആലോചിക്കുക. ഈ വണ്ടി എന്തായാലും റിവ്യൂ ചെയ്യാണല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ എങ്ങോട്ടാണ് സ്ഥലം എന്ന് ആലോചിക്കുവാണ് ഗൈസ്. അപ്പം ഗൈസ് കിട്ടി ഗൈസ്. ദൂരെ അവിടെ നമുക്ക് ഒരു ഇത് കാണാം ഗൈസ്, എന്നാ പറയുന്നത്, എയർപോർട്ട് ഗൈസ്. അപ്പോൾ എയർപോർട്ടിൽ പോയി നമ്മൾ ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ പോകുന്നു ഗൈസ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ കാണുന്ന ഫോർച്യൂണർ കാണാൻ നിങ്ങൾ താല്പര്യം ഉള്ളവരാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പം പുതിയ വണ്ടിയില്ല ഗൈസ്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഓടിക്കാണല്ലോ. പുതിയല്ല, സെക്കൻഡ് ഹാൻഡാണ് എങ്കിലും എനിക്കിത് പുതിയതാണ് ഗൈസ്. എനിക്ക് ഇതിൽ തന്നെയാണ്. പുതിയ വണ്ടി എടുക്കാൻ നമുക്ക് ക്യാഷ് ഇല്ല, ബഡ്ജറ്റ് ചുരുക്കമായതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പഴയ വണ്ടി എടുത്ത് സെക്കൻഡ് ഹാൻഡ് എടുത്ത്. എന്നാൽ പോലും ഗൈസ് എനിക്കിത് പുതിയ വണ്ടി പോലെ തന്നെയാണ് ഗൈസ്. ഞാൻ ഇവനെ പയ്യെ ഓടിക്കുന്നത് നിങ്ങൾക്കൊക്കെ കാണാം. ഇപ്പം തന്നെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ സ്പീഡ് കുറച്ചാണ് ഗൈസ്. ഇവിടെ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യുന്ന പോലെ ഒറിജിനൽ ഡ്രിഫ്റ്റ് ഒന്നും എനിക്ക് ചെയ്യാൻ പേടിയാണ് ഗൈസ്. പേടിയായിട്ടാണ് ചെയ്യാറിയുമ്പോൾ തന്നിട്ടില്ല മനുഷ്യൻ്റെ കാര്യമില്ല ഗൈസ്. എപ്പോഴാണ് മറിയുന്നതെന്നോ വണ്ടി പോകുന്നതെന്നോ വല്ലതും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് ടൊയോട്ടയ്ക്ക് എക്സ്പെൻസാണ് ഗൈസ്, അതാണ് പ്രശ്നം ഗൈസ്. അപ്പം ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് കളറ് റിവ്യൂ ചെയ്തായിരുന്നു. പച്ചയാണ് ആ ഒരു മപ്പ് ലുക്ക്. നമ്മളിപ്പം വേറൊരു ക്യാമറ എടുത്തിട്ടുണ്ട്, ഈ ഒരു മപ്പ് ലുക്കിലാണ് ഗൈസ് കിടക്കുന്നത്. ലെജൻഡറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്പർ പ്ലേറ്റ് ഒന്നും നമ്മൾ കാണിക്കില്ല ഗൈസ്. നമ്പർ പ്ലേറ്റ് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യില്ല ഗൈസ്. അത് പണ്ടേ അങ്ങനെയാണ്. നമ്മൾ ബ്ലാക്കാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ്, ബ്ലാക്ക് ചെയ്തിട്ടേക്കുവാണ് ഗൈസ്. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് ഇട്ട് ഡിലീറ്റ് ചെയ്തായിരുന്നു. സാഹചര്യത്തിൻ്റെ പിരിമുറുക്കം മൂലമാണ് ഗൈസ് നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഗൈസ്. അപ്പോൾ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് അലോയ്. നമ്മൾ ഈ ഒരു വണ്ടി ഈ രൂപത്തിൽ നിന്നും ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ഇച്ചിരി മോഡിഫൈ ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ താഴെ മോഡിഫൈ ഇന്നത് ഇപ്പോൾ വീല് അപ്ഗ്രേഡ് ചെയ്യണേ, അപ്ഗ്രേഡ് വീൽ, അപ്പോൾ വീലിൻ്റെ കളർ ചേഞ്ച് ചെയ്യണേ, ചേഞ്ച് കളർ ഓഫ് ദ വീൽ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കമൻ്റ് ഇടുക ഗൈസ്. വീലിപ്പോൾ നമ്മൾ വലുതാക്കാനൊക്കെ പറ്റൂല, നമുക്ക് മോഡിഫൈ ചെയ്യാൻ താല്പര്യമുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മാത്രം നമ്മൾ മോഡിഫൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ പുറക്. ടൊയോട്ടോയുടെ ലോഗോ നമ്മൾ ചേച്ചി ജസ്റ്റ് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് RGSൻ്റെ ആക്കി നമുക്ക് ഇവിടെ കാണാം ഗൈസ്. ഇതാണ് വേറെ ഇപ്പുറത്തെ സൈഡ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പുറത്തെ പോലെ തന്നെ ഇത് ജസ്റ്റ് അലോയ് സൈഡിൽ മറ്റേ തുറക്കുന്ന സാധനം, പിന്നെ ഒരു സ്പോയിലർ നമ്മൾ ചെറുതായിട്ട് ഒരു ചെറിയ സ്പോയിലർ ഇങ്ങനെ ചെരിച്ചിടുന്ന ടൈപ്പ് ഒരെണ്ണം എടുത്തിട്ടായിരുന്നു ഗൈസ്. സ്പോയിലർ നമ്മൾ വെക്കണം എന്ന് ഉദ്ദേശിച്ചല്ല, ഈ വണ്ടിയുടെ ഓണർ വെച്ച് കൊടുത്താണെന്നാണ് ഗൈസ് ആ ചേച്ചി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഗൈസ് ആ ചേച്ചി പറഞ്ഞു സ്പോയിലറൊക്കെ നമുക്ക് ഫ്രീ കിട്ടിയല്ലേ ഗൈസ്. അപ്പം ടോപ്പ് ബാറൊന്നും നമ്മൾ ഫിറ്റ് ചെയ്തില്ല. ജസ്റ്റ് വീലിൻ്റെ സൈസും അലോയും ഒക്കെ മാറ്റണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക ഗൈസ്. പിന്നെ ഈ പച്ച നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇഷ്ടപ്പെട്ട കളർ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കാരണം എൻ്റെ ഫോർച്യൂണർ നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ് ഞാൻ എടുത്തത്. നിങ്ങളുടെ രീതിയിലേക്ക് ഞാൻ അതിനെ മാറ്റാൻ ആഗ്രഹിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻറ്റീരിയർ വ്യൂ. ഇവിടെ ചെറുതായിട്ടൊരു ആൻഡ്രോയിഡ് സ്ക്രീൻ, പിന്നെ സൈഡിൽ സ്റ്റിയറിങ്. ഫുൾ ഓപ്ഷനാണ് നമ്മളെടുത്തത്. ഫുൾ ഓപ്ഷൻ ആയിരുന്നു ഈ വണ്ടി. പുള്ളി അത് ചെറിയ മാറ്റങ്ങൾ, ഒരു സ്പോയിലർ ആഡ് ചെയ്തായിരുന്നു. ടൊയോട്ട സ്പോയിലർ കൊടുത്തില്ല. പിന്നെ ഫോർച്യൂണർ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൺറൂഫില്ല ഗൈസ്. നമ്മൾ ഈ ഗെയിമിൽ ഒന്നിനും സൺറൂഫില്ല. ഞാൻ സൺറൂഫ് കൂടെ ഉണ്ടായിരുന്നു കൊള്ളായിരുന്നു. അത് സൺറൂഫ് തുറക്കാനൊന്നും പറ്റിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി അത്രയെങ്കിലും ഒന്നും മതിയായിരുന്നു. ഞാൻ ടൊയോട്ടയുടെ ഒഫീഷ്യലായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഒറിജിനൽ ഫോർച്യൂണർ ആണെങ്കിൽ പോലും നിങ്ങൾ അതിനൊരു ഇത് സൺറൂഫ് എടുക്കണം ഗൈസ്, അത്യാവശ്യമാണ്. നമ്മൾ ഐശ്വര്യമായിട്ട് പയ്യെ തിരിച്ച് ഈ വഴി കയറ്റി നമ്മൾ തിരിച്ചിടാൻ പോകണം ഗൈസ്. ഈ സൈഡ് വഴി കയറ്റാൻ പോകണം കേട്ടോ. നിങ്ങളെ ഞാനത് കാണിക്കുന്നുണ്ട്. ഈ സൈഡ് വഴിയാണ് ഗൈസ് നമ്മൾ കയറ്റി. ഇതിച്ച് ടാസ്ക് ആണ്, വണ്ടിയൊക്കെ അങ്ങോട്ട് പൊങ്ങി പോവാന്നേ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ സൈഡ് വഴി ഇങ്ങനെ തിരിച്ച് ഗൈസ്. അപ്പോൾ അതെ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ കൈ ഇവിടെ കിടന്ന വണ്ടി എന്ന് പറയുമ്പോൾ വിഷമം വരുന്നു ഗൈസ്. നമ്മുടെ സുസുക്കി വാഗണറായിരുന്നു ഗൈസ് കിടന്നിരുന്ന്. എൻ്റെ ഫസ്റ്റ് വണ്ടിയായിരുന്നു ഗൈസ് വാഗണർ. ഞാൻ ഒരിക്കലും മറക്കില്ല അവനെ ഗൈസ്. അവനെ ചേച്ചി അവിടെ വെച്ചേക്കുന്നുണ്ട്. ഞാൻ സെയിൽ ചെയ്യണമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ സെയിൽ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ചുമല വാഗണറും തിരിച്ചെടുക്കുന്നതായിരിക്കും ഗൈസ്. നമ്മളൊരു കാരണവശാലും ചെറുക്കനെ വിട്ട് കളയത്തില്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ ചിലപ്പോൾ അതിനെ വിൽക്കും. കാരണം ചിക്കിൾ വേണ്ടേ പൈസ. മണി വേണം ഗൈസ്. മണി വേണ്ടതുകൊണ്ട് മാത്രം ചിലപ്പം ചെറുക്കനെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുക്കത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടണം. അപ്പോൾ ഐശ്വര്യമായിട്ട് ഞാൻ എന്തായാലും വീട്ടിൽ തന്നെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇനിയും എൻ്റെ വീഡിയോ കൂടുതൽ ആൾക്കാരുകളിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ടാറ്റ, ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ ഗൈസ്.